മഹാഗുരുശരണം. ഇന്ന് 2026 ജനുവരി 23 വെള്ളിയാഴ്ച, മകരമാസത്തിലെ പൂരോരുട്ടാതി നക്ഷത്രവും മാഘമാസ ശുക്ലപക്ഷ പഞ്ചമിയും കൂടിയ ദിവസം. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. ഇന്ന് യൂട്യൂബ് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സങ്കല്പം കൊടുക്കുന്നു നമ്മുടെ മഹാഗുരുശരണം വാട്സാപ്പ് ചാനലിലേക്കും അതുപോലെ തന്നെ തത്വമസി ഗ്രൂപ്പിലേക്കും ഈ വീഡിയോ ഇടുന്നു. അപ്പോൾ ആദ്യമേ പറയട്ടെ, അനു എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിച്ച ചോദ്യം. ഇപ്പോൾ 2 സോൾസ്, അപ്പോൾ ആ സോൾസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അവർ പ്യുവർ സോൾസാണ്, ജീവിതത്തിൽ വന്നിട്ട് പോയതാണ്. അപ്പോൾ ഈ സോൾസിൽ ചിലർക്ക് പോസിറ്റീവ് കിട്ടുന്നില്ല, അതിൻ്റെ വിപരീതം കിട്ടുന്നു സോളിൻ്റെ അടുത്ത് പോകുമ്പോൾ, അറ്റാച്ച്ഡ് ആകുമ്പോൾ. എന്തുകൊണ്ട് എന്ന്, പ്യുവർ സോൾസ് ആണെങ്കിൽ അങ്ങനെ പാടില്ലല്ലോ എന്ന് അനു ഇന്ന് ചോദിച്ച ചോദ്യമാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി വരുന്നു അല്ലേ, മുഖ്യമന്ത്രി വരുന്നു. നമ്മുടെ മുഖ്യമന്ത്രിയാണ്, നമ്മുടെ പ്രധാനമന്ത്രിയാണ്. ഇല്ലെങ്കിൽ നിസാരം കേന്ദ്രമന്ത്രി ആകട്ടെ, ഇല്ലെങ്കിൽ കളക്ടർ ആകട്ടെ, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകണമെങ്കിൽ എല്ലാം ഒരു പ്രോട്ടോക്കോളുണ്ട്, നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ പാലിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ആ സെക്യൂരിറ്റി നമ്മളെ തള്ളി പുറത്തിടും, സംശയമൊന്നുമില്ലാത്ത. ഞാൻ ഇന്ത്യൻ പൗരനാണ്, ഞാൻ വോട്ട് ചെയ്തതാണ്, എൻ്റെ വോട്ടിലാണ് ഇവർ ഇതായിരിക്കണം, അല്ലെ എൻ്റെ ടാക്സിൻ്റെ പണം കൊണ്ടാണ് ഇവരെ ശമ്പളം വാങ്ങിക്കണത് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുറേ പ്രോട്ടോക്കോൾ ഉണ്ട്. അതുപോലെ നമ്മുടെ കാർമിക എന്തെങ്കിലും ആവശ്യമുള്ളവരായിരിക്കും ഇവരെ കാണാൻ പോകുന്നത്. കാര്യം എല്ലാ സൗകര്യവും ഉണ്ട്, എല്ലാം സുഭിക്ഷമായിട്ടുള്ളവരൊന്നും ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കില്ല. ദയവ് ചെയ്ത് മനസ്സിലാക്കും. നമ്മളെല്ലാം എന്താണ്, ഹാപ്പി ഹെൽത്തി വെൽത്തി ലോങ് ലൈഫ് ആണെങ്കിൽ, നമ്മൾ വളരെ സന്തോഷവാന്മാരാണെങ്കിൽ, നല്ല എന്താണ് ആരോഗ്യം ഉണ്ടെങ്കിൽ, നല്ല സമ്പത്തുണ്ടെങ്കിൽ, അതുപോലെ നമുക്ക് ആയുസ്സിനും വലിയ കുഴപ്പമില്ലാണ്ട് നമ്മൾ കുടുംബവും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കില്ല, ആത്മീയതയെക്കുറിച്ച് ആലോചിക്കുകയില്ല. അപ്പോൾ ഇതിനെ ഇവരെ കണക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ കാണും. ഈ ആഗ്രഹങ്ങൾ എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് വെച്ചാൽ കാർമ്മികമാണ് അതിന് കാരണം. മനസ്സിലായി? അപ്പോൾ ഈ കാർമ്മികം ഇവരെടുക്കുകയല്ല, ആരും എടുക്കുകയില്ല, ഒരു സോൾസും എടുക്കുകയില്ല, ദൈവവും എടുക്കുകയില്ല. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഓരോരുത്തരും ദൈവം എടുക്കുന്നു പറഞ്ഞ് പല വഴിപാടുകളൊക്കെ അവിടെ ചെയ്യും. നിങ്ങൾ വഴിപാടുകൾ ചെയ്തോളൂ, ആ വഴിപാട് ചെയ്യണതിൻ്റെ ഫലം കിട്ടും. പക്ഷേ നിങ്ങളുടെ എല്ലാ കാർമ്മികവും, നമ്മുടെ എല്ലാ കാർമ്മികവും എടുക്കുന്നുള്ളതൊന്നും ദയവ് ചെയ്ത് ആരും ധരിച്ച് വശാകരുത് കേട്ടോ. രണ്ടാമത്തെ കാര്യം, ഒരു വ്യക്തി പേഴ്സണലി അയച്ച ചോദ്യമാണ്, നല്ലൊരു ചോദ്യമാണ്. അയച്ച ആളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഭക്തിയും ഉപാസനയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. അപ്പോൾ ഭക്തി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട് ഭക്തി. ഓരോരുത്തരും അവർ ജീവിക്കുന്ന മതജാതി ഇതനുസരിച്ച് ഭക്തിയുണ്ട്. കാര്യം നമ്മൾക്ക് എന്തിനോടൊക്കെ സ്പിരിച്വലി കണക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഗണപതിയോട് ഭക്തിയുണ്ട്, കൃഷ്ണനോട് ഭക്തിയുണ്ട്, ഭഗവതിയോട് ഭക്തിയുണ്ട്, മുരുകനോട്. ഭക്തി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ഒരു ഇഷ്ടമാണ്, ആ ദേവതയോടുള്ള ഇഷ്ടമാണ്. ആ ഭക്തിയിൽ ചിലപ്പോൾ ആ ദേവതയോട് ഭക്തി കാണിച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കാനുള്ളത്, അതിനുള്ള ഒരു പാലമായിട്ട് ഈ ഭക്തിനെ ഉപയോഗിക്കുന്നവരുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. ഈ ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ പോകണം എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ ഇന്നലെ 87 വയസ്സുള്ള എൻ്റെ വൈഫിൻ്റെ കുടുംബത്തിലെ ഒരു ചേച്ചി, 87-88 വയസ്സുണ്ട്. അപ്പോൾ ആ ചേച്ചി പറയുന്നുണ്ട്, ഞാനൊന്നും പറയുന്നത് ഭയങ്കര ഭക്തിയാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ ഒന്നാതെ അധ്വാനിയാണ്, വെറുതെ ഇരിക്കുകയല്ല, നടക്കാൻ പറ്റുകയില്ലെങ്കിൽ കസേര ഇങ്ങനെ നീക്കി പോകും. വാക്കർ ഇതൊന്നും യൂസ് ചെയ്യില്ല, കസേരയുണ്ടല്ലോ ഇങ്ങനെ കൈപ്പിടി, ഞാനിപ്പോൾ ഇരിക്കുന്ന ടൈപ്പ് കസേര ഇങ്ങനെ വെച്ച് പതുക്കെ നീക്കി പറമ്പിലൊക്കെ പോകും. ഇപ്പോൾ കുറച്ച് നാളായിട്ട് കൂടുതൽ പുറത്ത് പോകുന്നില്ല. ഇത് വായിക്കും. പണ്ടത്തെ 6th ആണ്, പണ്ടത്തെ 10ാം ക്ലാസ്സുകാരിയാണ്. അപ്പോൾ ഭാഗവതം വായിക്കൽ, അങ്ങനെ ദൈവികമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റേ തിരുപ്പതിയിലെ ചാനൽ കാണലൊക്കെയാണ്. അപ്പോൾ ആ ചേച്ചി പറയുന്നുണ്ടായിരുന്നു, ചേച്ചി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ ചേച്ചി പറയുന്നുണ്ടായിരുന്നു, കാര്യം ഞാനിപ്പോൾ പറയുന്നത് എനിക്ക് വേദനയില്ലാത്ത മരണം തരണമെന്നാണ്. എനിക്ക് വേദന സഹിക്കാൻ കഴിയില്ല. ഇതുവരെയും പറഞ്ഞിട്ടില്ല കേട്ടോ, ഇത്രയും പോകാറുണ്ട്. പല കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയും. ഇപ്പോൾ തത്വമസി ഗ്രൂപ്പിൽ ഞാനൊരു കഴിഞ്ഞ ദിവസം ഒരു 1.23 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഒരു സ്ഥലത്തെ വീഡിയോ, ഒരു കാവിലെ വീഡിയോ ആണ് കേട്ടോ. ആ കാവിലെ വീഡിയോയുടെ കുറച്ച് എന്ന് പറഞ്ഞാൽ അത് അടുത്ത ഗായത്രി സുനിൽ വ്ളോഗ്സിൽ ഇരിക്കുമ്പോൾ അത് ഡിസ്കസ് ചെയ്യണമെന്ന് എനിക്കുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാധിക്കുന്ന ദേവതകൾ നമ്മളെ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളത്
ദൃഷ്ടാന്തം. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡാറ്റാസ് എനിക്ക് കളക്ട് ചെയ്യണം കൊണ്ട് ഞാൻ ഈ ചേച്ചിയുടെ അടുത്ത് പോയി. ആർക്കാണ് ഈ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നറിയാം, അത് ഏത് കാലഘട്ടത്തിൽ സംഭവിച്ചു എന്താണെന്നൊക്കെ അറിയാൻ. അത്ഭുതകരമായ ചില സംഭവങ്ങളാണ്. അത് ഗായത്രി സുനിൽ വ്ളോഗ്സിലൂടെ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം ഒരു ഡിസ്കഷൻ മൂഡിലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ചേച്ചി പറയുന്നുണ്ട്, ഇതുവരെ പറഞ്ഞിട്ടില്ല. ആ ചേച്ചി പറയുന്നുണ്ട്, എനിക്ക് വേദനയില്ലാത്ത മരണം വേണമെന്ന് ഞാൻ ഭഗവാനോട് പറഞ്ഞു തുടങ്ങിയെന്ന് ആ ചേച്ചി പറഞ്ഞു. അപ്പം ചിലർ ഭക്തി അതാണ് അവരുടെ ആവശ്യങ്ങൾ, ചിലപ്പോൾ പൊതുവായിട്ടുള്ള കാര്യം. അതിൽ ഭക്തിയുടെ ഏറ്റവും ഭാരതത്തിൻ്റെ ഭക്തിയുടെ അത്യുന്നത ഭാവമാണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഏത് പൂജാരി ആരും ആകട്ടെ ഒരു പൂജാകർമ്മം ചെയ്യുന്നുണ്ട്, അതിൽ ബ്രാഹ്മണൻ അത് ഇതൊന്നും ഞാൻ പറയുന്നില്ല, ആര് ചെയ്യട്ടെ എല്ലാം ചെയ്താലും ലാസ്റ്റ് പറയുന്ന ഒരു ശ്ലോകമാണ് സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേന മഹീമഹീശ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഭക്തിയുടെ പാരമ്യത്തിൽ മാത്രമേ ഇത് പറയാൻ സാധിക്കുകയുള്ളൂ. ഭാരതം അത് പറഞ്ഞു. അതുകൊണ്ട് വൈദേശിക ആക്രമണങ്ങളിൽ ഭാരതം അതിൻ്റെ സ്വത്വം നിലനിർത്തി. കുറേയധികം മതം മാറ്റങ്ങളും ഒക്കെ നടന്നെങ്കിലും ഭാരതം എല്ലാത്തിനെയും സ്വീകരിച്ചു. ഏകം സത് വിപ്രാ ബഹുധാ വദന്തി. സത്യമായിട്ടുള്ള ഒന്നേ ഉള്ളൂ, അത് പല രീതിയിൽ പറയുന്നു എന്ന് ഭാരതം പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാത്തിനെയും സ്വീകരിച്ചു. ആരൊക്കെ വന്നോ അവരൊക്കെ ഈശ്വരനിലേക്ക് പോകാനുള്ള മാർഗങ്ങളാണെന്ന് കണ്ടുകൊണ്ട് സ്വീകരിച്ചു. മനസ്സിലായി? പക്ഷേ അത് മതം മാറ്റത്തിൽ കലാശിച്ചു. അങ്ങനെ പല എന്തുവാകട്ടെ എല്ലാവർക്കും അവരുടെ മാത്രമാണ് ശരി. പക്ഷേ ഭാരതത്തിന് എല്ലാം ശരിയായിരുന്നു. ആരൊക്കെ വന്നോ അവരൊക്കെ ശരിയായിരുന്നു എന്ന് ആ രീതിയിലേക്ക് നമ്മൾ പോകണം. അപ്പോൾ ഭക്തിയും ഉപാസനയുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് എല്ലാം ശരിയാണെന്നുള്ള രീതിയിലേക്ക് ഉപാസനയിൽ വരും. ഓക്കെ, ഇപ്പോൾ പറയാം, നിസാരം നമ്മുടെ എത്രയോ 271 വർഷങ്ങൾക്ക് ശേഷം, ഇന്നൊരു റീല് കണ്ടതാണ്, ശേഷമാണ് നമ്മുടെ തിരുനാവായയിൽ പ്രശസ്തമായ മാമാങ്കം നടന്നിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു തിരുനാവായ. കാര്യം പണ്ട് ചെറുപ്പത്തിൽ പാടി നടന്നിട്ടുണ്ട്, മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായി എന്ന് പറഞ്ഞിട്ട്, ഭാരതപ്പുഴ തന്നെ എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ പള്ളിപ്പുറം പട്ടായ സമാജം സ്കൂളിലാണ് പഠിച്ചത് 10ാം ക്ലാസ് വരെ. അപ്പോൾ അവിടെ ഞങ്ങളുടെ കൂടെ തന്നെ ഞാൻ ബിയിലായിരുന്നു അതോ എയിലായിരുന്നു, അടുത്ത ഡിവിഷനിൽ പഠിച്ച ശ്രീലൻ എന്ന് പറഞ്ഞൊരാളുണ്ട്. പുള്ളി നന്നായിട്ട് പാട്ട് പാടും. അത് ഏഴു സാഗരവും എന്ന് പറഞ്ഞുണ്ടല്ലോ, ശ്വാസം നിർത്തി, അതൊക്കെ ശ്രീലൻ പാടും. അപ്പം ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പട്ടായ സമാജത്തിലെ യേശുദാസാണ് ശ്രീലൻ എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ കുറേ നാളെ അറിയില്ല എനിക്ക് കേട്ടോ. സ്കൂളിൽ നിന്ന് വിട്ടതിന് ശേഷം ശ്രീലനെ കണ്ടിട്ടില്ല. ഞാൻ ഇടയ്ക്ക് കൂട്ടുകാരെ കാണുമ്പോൾ ഞാൻ ശ്രീലനെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. കാര്യം നന്നായിട്ട് പാടിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രീലൻ. അപ്പോൾ ഈ മാമാങ്കമൊക്കെ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസുകളായിരുന്നു. അപ്പോൾ ആ ശ്രീലന് എൻ്റെ ഒരു സല്യൂട്ട് തരുന്നു. ശ്രീലൻ, സാംബശിവൻ, ഹരിദാസ്, മധു, കുറേ പേരുണ്ട്, കുറേ കൂട്ടുകാരുണ്ട്. അതിൽ രാജീവും രതീഷും കാലയവനികകൾക്കുള്ളിൽ മറഞ്ഞു. 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച 2 കൂട്ടുകാർ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അവർ കാലയവനികകൾക്കുള്ളിൽ മറഞ്ഞു. അതും പറയുന്നു. അപ്പോൾ ആ മാമാങ്കം നടന്ന സ്ഥലത്ത് ഇപ്പോൾ കുംഭമേള നടക്കുകയാണ്. മഹോത്സവം, മാഘമാസമാണിത്. മകനക്ഷത്രത്തിൽ പൗർണമി വരുന്ന മാസമാണ്. അല്പം മകം നമുക്കറിയാം, മകം പിറന്ന മങ്ക എന്ന് പറയും. ദേവിയായിട്ട് ബന്ധമുള്ള നക്ഷത്രങ്ങളിൽ ഒന്നാണ് മകം. അതിൻ്റേതായ കുറച്ച് കണക്ഷൻസ് അവിടെയുണ്ട്, സ്പിരിച്വൽ എനർജീസ് ഉണ്ട്. കേരളത്തിൻ്റെ ചെറിയ മാറ്റങ്ങൾ വരും. ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്, അല്ലാണ്ടുള്ള സാമൂഹിക മാറ്റങ്ങൾ കേരളത്തിൽ വരും. ഓക്കെ, അപ്പോൾ ഇത് പറയുമ്പോഴത്തേക്ക് ഉപാസന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭക്തി നമുക്ക് കേട്ട് ചെയ്യുക, ഭക്തി നമുക്ക് ഇൻബിൽട്ടാണ്. ഓക്കെ, ഉപാസന എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി പറഞ്ഞു തരണം, ഒരു ഉപാസകൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പറഞ്ഞു തരണം. പറഞ്ഞു തരുന്നതോടൊപ്പം പിന്നെ നമ്മളിൽ അപ്ഡേഷൻസ് വരും. ഈ ഉപാസനാമൂർത്തി ഉപാസന ചെയ്യുമ്പോൾ ഒരു ഊർജവുമായിട്ടാണ് ഉപാസന ചെയ്യുന്നത്, ഒരു എനർജി ആയിട്ടാണ്. എനർജി എന്ന് പറഞ്ഞാൽ ഊർജം. ആ ഊർജത്തിനൊരു സാന്നിധ്യമുണ്ട്, അതിനൊരു രൂപം കാണുന്നു. ഈ ഉപാസനയിലൊരു രൂപം കാണുന്നു. ആ രൂപം കണ്ടു കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു കാര്യം പറയും, ഈ ഉപാസന എന്നൊക്കെ പറയുന്ന ഒരു സൈക്കിക് എനർജിയാണ്. ദയവ് ചെയ്ത് മനസ്സിലാക്കുക കേട്ടോ. അത് ഞാൻ പറയും, ഭക്തി ഒരു സൈക്കിക് എനർജി അല്ല. ഭക്തി എന്ന് പറയുന്നത് മനസ്സ് സന്തോഷിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം നന്ദഗോവിന്ദ ഭജൻസ് കേട്ട് കഴിയുമ്പോൾ ഭക്തിയുടെ പാരമ്യത്തിൽ നമ്മളങ്ങ് ചെല്ലും, അവർ ചൊല്ലുന്ന ഇതുപോലെ. അതുപോലെ അബാക്ക്
സ്പിരിച്വൽ കോൺക്ലേവിൽ സിതാനി ഭജൻസ് വന്നിരുന്നു. അവരുടെയും ഭജൻസ് എനിക്കന്ന് പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിലും ഓൺലൈനിൽ ഞാൻ കണ്ടായിരുന്നു. നന്നായിട്ട് അവർ പെൺകുട്ടികളാണ്, നന്നായിട്ട് ചെയ്യണം. ഭക്തിയുടെ അങ്ങേയറ്റം നമ്മളെ കൊണ്ടുപോകും, മനസ്സിലായി. അതൊരു ആനന്ദത്തിലേക്കാണ് പോണത്, നമ്മൾ ആനന്ദത്തിലേക്കാണ്. പക്ഷേ ഉപാസന എന്ന് പറയുന്നത് ഒരു സൈക്കിക് എനർജിയാണ്. അത് മനോമയ കോശത്തിലാണ് ഇടപെടുന്നത്. നമ്മുടെ അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശത്തിലാണ് ഇടപെടുന്നത്. ഈ മനോമയ കോശത്തിൽ ഇടപെട്ട് കഴിയുമ്പോൾ അത് സൈക്കിക് എനർജിയാണ്. പല ഉപാസനകളും പല ദീക്ഷകളും സൈക്കിക് എനർജിയാണ്. അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണത് കേട്ടോ. ഉപാസന എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഉപാസകനായ ഗുരുവിൽ നിന്ന് ഓൺലൈനിൽ എടുക്കേണ്ട സാധനമല്ല ഉപാസന കേട്ടോ. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. കാര്യം എന്ത് കാര്യമാണെങ്കിലും ആ ഗുരുവിൻ്റെ ഒപ്പം ഇരുന്നിട്ട് നമ്മൾ ചെയ്ത് അതിലെ എനർജി വ്യതിയാനങ്ങൾ ഗുരു മനസ്സിലാക്കണം. അത് ഉപാസകനാകണമെങ്കിൽ നമുക്ക് പാസ്റ്റ് ലൈഫുമായിട്ട് ഇതിൻ്റെ ബാക്കി പത്രങ്ങൾ കാണണം, എങ്കിലേ ഈ ലൈഫിൽ നമ്മളൊരു ഉപാസകനാകുള്ളൂ. ഉപാസകന് എന്തെങ്കിലും കിട്ടുള്ളൂ. പിന്നെ ഈ ഉപാസന വെച്ചിട്ട് ലോട്ടറി അടിക്കാം, അത് ചെയ്യാം, ഇത് ചെയ്യാമെന്ന് ദയവ് ചെയ്താരും ധരിക്കരുത്. പക്ഷേ നമുക്ക് വേണ്ടിയിട്ടുള്ള, ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട്, ബാക്കിയുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഉപാസന. ഞാൻ മനസ്സിലാക്കിയത് അതാണ്, എൻ്റെ ഗുരു പറഞ്ഞു തന്ന കാര്യം. എന്താ വെച്ചാൽ നമുക്ക് വേറൊരാൾക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. പക്ഷേ ധാർമ്മിക കാര്യങ്ങൾ മാത്രമേ ചെയ്യാവുള്ളൂ. ധാർമ്മിക കാര്യങ്ങൾ മാത്രമേ ചെയ്യാവുള്ളൂ. വഴിപിഴച്ച കാര്യങ്ങൾക്കൊരു കാര്യവും ചെയ്യരുത്, മനസ്സിലായ. പിന്നെ ഈ ഉപാസന വെച്ച് ചെയ്യുമ്പോഴത്തേക്കും ദയവ് ചെയ്ത് ഓരോരുത്തരും മനസ്സിൽ പോസിറ്റീവായ കാര്യങ്ങൾ, അവർക്കും നല്ലതാകണം, അവരുടെ ആഗ്രഹങ്ങൾ വെച്ച് വേറൊരാൾക്ക് ദോഷം വരാത്ത രീതിയിൽ ആഗ്രഹങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് മാത്രം വേണം ഉപാസനയുടെ ആ ഒരു പവർ ഉണ്ടല്ലോ, പവർ യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ. പിന്നെ വേറൊരു കാര്യം പറയാം. ഇപ്പോൾ എൻ്റെ തത്വമസി ഗ്രൂപ്പുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ചാനലുണ്ട്, ഗായത്രി സുനിൽ വ്ളോഗ്സ് ഉണ്ട്, അബാക് മീഡിയ ഉണ്ട്, ESP പാരാനോർമൽ ഉണ്ട്. അങ്ങനെ കുറച്ച് ചാനലുകളിൽ ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ദയവ് ചെയ്ത് മനസ്സിലാക്കുക, എനിക്ക് സിദ്ധി ഉണ്ടെന്നൊന്നും ആരും വിചാരിക്കരുത്. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഞാൻ ബാങ്കിൽ 28 വർഷം ബാങ്കിൽ സർവീസായി, മാനേജറായി, VRS എടുത്ത് എൻ്റെ ഗുരു പറഞ്ഞു തന്ന ചില കാര്യങ്ങൾ സത്യമാണോ എന്നറിയാൻ ചില കോഴ്സുകളിലൂടെ പോയി, ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. അതനുസരിച്ച് ആൾക്കാർക്ക് ഗൈഡൻസ് കൊടുക്കുന്നേ ഉള്ളൂ. മാക്സിമം ഞാൻ തലയിൽ കൈവച്ചിട്ട് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ മനസ്സിലാക്കുക, നമ്മുടെ കാർമ്മികം പൂർണ്ണമായിട്ട് ഏറ്റെടുക്കാൻ ഒരു ശക്തിയും ഇല്ല, ഒരു ശക്തിക്കും കഴിയില്ല. അഹോരികൾക്കെല്ലാം കഴിയും, പക്ഷേ അവരൊന്നും ചെയ്യില്ല, ചെയ്യാൻ പാടില്ല. കാര്യം അത് അനുഭവിച്ച് തീർക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. അതുകൊണ്ട് വെറുതെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് എനിക്ക് വാട്സാപ്പിലോ അല്ലെങ്കിൽ GPayയിലോ ഒന്നും ദക്ഷിണ അയക്കാണ്ടിരിക്കുക. ഞാൻ ദക്ഷിണയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരാളല്ല, ദയവ് ചെയ്ത് മനസ്സിലാക്കുക കേട്ടോ. ദക്ഷിണയ്ക്ക് വേണ്ടി ഇത് ദക്ഷിണ കിട്ടി ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന ആളല്ല, അതല്ല. എനിക്ക് നിയോഗമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും, അത് ദക്ഷിണ തന്നാലും ഇല്ലെങ്കിലും. പക്ഷേ പലരും ഇപ്പം ചില പെണ്ണുങ്ങൾ, സ്ത്രീകൾ, അത് ചെറുപ്രായം തൊട്ട് 60 വയസ്സ് കഴിഞ്ഞവർ വരെയും പറയും ഭർത്താവിന് പരസ്ത്രീഗമനം ഉണ്ടെന്ന് പറയും. എപ്പോൾ വിളിച്ചാലും ഇത് തന്നെയാണ് പറയുന്നത്. അങ്ങനെ പറയുന്ന കുറേ പേരുണ്ട്. ഇവരൊക്കെ ഒന്നും ഞാൻ മറുപടി കൊടുക്കുക. കാര്യം എന്താണെന്നറിയാം, ഓരോരുത്തർക്കും വേണ്ടി ഉപാസനയുടെ ശക്തി ഞാൻ ഉപയോഗിക്കുന്ന, എൻ്റെ ഗുരു പറഞ്ഞു തന്നിരിക്കണം, അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ നടക്കാനാണ്. ഈ ആഗ്രഹം എന്താണ്? ഭർത്താവിന് പരസ്ത്രീഗമനം ഉണ്ട്, ഭർത്താവിന് പരസ്ത്രീഗമനം ഉണ്ടെന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ തഥാസ്തു 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 പോകും, പിന്നെ പോകാത്ത ആൾ കൂടി തപ്പിപ്പോവും. അപ്പം അങ്ങനെ കുറേ പേരുണ്ട്. ദയവ് ചെയ്ത് അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹം വീട്ടിൽ തന്നെ ഇരിക്കുന്നു, എന്നെ തന്നെ സ്നേഹിക്കുന്നു, എന്നിൽ മാത്രം വന്ന് ചേരുന്നു എന്ന് മനസ്സിൽ ആഗ്രഹം കൊണ്ടുവരും. എനിക്ക് ഭയങ്കര വിഷമം തോന്നും ഇങ്ങനെ പറയുന്നത്. ചിലപ്പോൾ ആയിരിക്കുകയില്ല, സത്യമായിരിക്കുകയില്ല. ഇത് പറഞ്ഞിട്ട് കയ്യാങ്കളി വരെ ആവും, മനസ്സിലായി. അങ്ങനെയുള്ളവരെയൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്യും. ചിലപ്പോൾ മെസ്സേജസിന് ഇപ്പം ചിലർക്ക് തോന്നുന്നു എന്തുകൊണ്ട് പൈസ ഇത് ചെയ്യുന്നില്ല. ഇതാണ് കാര്യം. നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നമുക്കിത് ചെയ്യാം, നമുക്ക് അതിനു വേണ്ടി സങ്കല്പം കൊടുക്കാം. മക്കൾ പഠിക്കുന്നില്ല, പഠിക്കണമെന്ന് സങ്കല്പം കൊടുക്കൂ. മദ്യപിക്കുന്നു, അവർ നല്ല ആരോഗ്യകരമായ പാനീയങ്ങൾ കുടിക്കണമെന്ന് സങ്കല്പം കൊടുക്കും. ആഗ്രഹങ്ങൾ, സങ്കല്പം എന്ന് പറഞ്ഞാൽ തീവ്രമായ ആഗ്രഹമാണ്. ആ തീവ്രമായ ആഗ്രഹം നടക്കുമെന്ന് ഉത്തമ വിശ്വാസം വേണം, അതാണ് സങ്കല്പം. അല്ലാണ്ട് ഉപാസകർ കൊടുക്കുന്ന സങ്കല്പമുണ്ട്, അത് വേറെ രീതി. അത് എല്ലാവർക്കും നടന്നു വരികയില്ല. അതുപോലെ ഉപാസകർക്കും എല്ലാ കാര്യത്തിനും എല്ലാ സങ്കല്പവും കൊടുക്കാൻ പറ്റുന്നില്ല. ഓരോരുത്തരുടെ ആ ഫ്രീക്വൻസി വെച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഞാനിങ്ങനെ യൂട്യൂബിൽ വന്ന് പല തള്ളുന്നു എന്ന് പറഞ്ഞിട്ട് ദയവ് ചെയ്ത് ആരും എന്നെ കോണ്ടാക്ട് ചെയ്യരുത്. ചിലർക്ക് ചില അനുഭവം കിട്ടിയിട്ടുണ്ട്. ഈ ചക്ക വീണപ്പോൾ മൊയിലിനെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് എപ്പോഴും ചക്കയും വീഴുകയല്ല, ചക്ക വീഴുന്ന സമയത്തൊക്കെ മൊയിൽ വന്നിട്ട് അവിടെ ക്യൂ നിൽക്കുകയില്ല,
എൻ്റെ മേത്ത് ചക്ക വീണിട്ട് ഇത് മറ്റേ ആൾ എടുക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുക. അതുകൊണ്ട് ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ്. എന്നാലാകുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യും. അതാരാണ്, അത് ദക്ഷിണ, ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. കാര്യം ദക്ഷിണ ഒരാളുടെ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ആ ആളുടെ കാർമ്മികം ഞാൻ കൈനീട്ടി വാങ്ങിക്കുന്ന പോലെ. ജൂനിയർ മാൻഡ്രേക്ക് എഫക്റ്റാണ്. പണ്ട് മാൻഡ്രേക്ക് എന്ന് പറഞ്ഞ സിനിമ ഓർമ്മയുണ്ട്, ജൂനിയർ മാൻഡ്രേക്ക് എഫക്റ്റാണ്. അതുകൊണ്ട് ദക്ഷിണ തന്നാലേ സാർ ഇത് ചെയ്യുള്ളൂ എന്നും ദയവ് ചെയ്ത് ഇത് ചെയ്യാണ്ടിരിക്കുക. പിന്നെ എനിക്ക് സാധാരണ ഈ നമ്പറിൽ 9446218801 എന്നുള്ളതിൽ സാധാരണ കോള് വിളിക്കുക. ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാൻ എടുക്കും. ഇല്ലെങ്കിൽ ഇപ്പോൾ കോള് ഡൈവേർട്ട് ചെയ്യുന്ന എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടായ ശ്രീമതി അനുപ്രിയ അനൂപാണ്. അനുപ്രിയ അനൂപിനെ വിളിച്ച് കാര്യങ്ങൾ പറയും, ഇന്ന ആവശ്യങ്ങളാണ്, അതിന് സാറുമായിട്ട് കോൺടാക്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ അനു എന്നെ അറിയിക്കും. അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകും. മനസ്സിലായി? അതാണ് ദയവ് ചെയ്ത് ഇത് ചെയ്യുക. അല്ലാണ്ട് ദയവ് ചെയ്ത് ആരും വാട്സാപ്പ് കോള്, ബോട്ടിംഗ് കോളൊന്നും വിളിക്കാണ്ടിരിക്കുക. പിന്നെ ഒരു കാര്യം ചെയ്യുക, നാട്ടിൽ വരുമ്പോഴത്തേക്കും കാണാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാണ്ട് വിദേശത്ത് പോയിരുന്ന് ഡെയിലി വിളിക്കാമെന്ന് വിചാരിക്കാണ്ടിരിക്കുക, കോള് വിളിക്കാമെന്ന് വിചാരിക്കാണ്ടിരിക്കുക. കാര്യം അതെല്ലാം കാർമ്മികമാണ്. അങ്ങനെയുള്ളതെല്ലാം ഞാൻ ചാടിക്കേറി പിടിക്കുകയല്ല. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ഒരു നാട്ടിൽ വന്നിട്ട് ഒരു ഇതുമില്ലാണ്ട് കാണാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് കാർമ്മികമാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്നു, നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉപാസനയുടെ പുണ്യം, ഇന്നത്തെ വെള്ളിയാഴ്ച ലക്ഷ്മി ദേവിയുടെ ദിവസത്തിൻ്റെ പ്രാധാന്യം ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ദീർഘായുസിനായിട്ട്, സമ്പൂർണ്ണ ആരോഗ്യത്തിനായിട്ട്, ഗർഭിണികളായ അമ്മമാർക്ക്, സൽസന്താനങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം, ഉന്നത വിജയം, അവരാഗ്രഹിക്കുന്ന രീതിയിൽ ജോലിയിലോ പ്രൊഫഷനിലോ വ്യാപൃതരായി നല്ല വരുമാന മാർഗം കണ്ടെത്തി ഉത്തമരായ ജീവിത പങ്കാളിയെ ലഭിച്ച് നല്ല സന്തോഷകരമായ ഉത്കൃഷ്ടമായ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സങ്കല്പം ചെയ്യുന്നു. അതുപോലെ ഓരോ കുടുംബത്തിലും ശാന്തി, സമാധാനം, സന്തോഷം, സമൃദ്ധി, ഐക്യമത്യം, ബന്ധങ്ങളിൽ കെട്ടുറപ്പുണ്ടാകുവാനായിട്ട് സങ്കല്പം ചെയ്യുന്നു. ഓരോരുത്തരും ചെയ്യുന്ന വരുമാന മാർഗങ്ങൾ, ജോലിയാകട്ടെ ബിസിനസ് ആകട്ടെ, അതിൽ ഉത്തരോത്തരം വരുമാന വർധനവിനായിട്ട് സങ്കല്പം ചെയ്യുന്നു. അതുപോലെ ഓരോരുത്തരും വീട്ടിലാകട്ടെ, ജോലി സ്ഥലത്താകട്ടെ, യാത്രകളിലാകട്ടെ, വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോഴാകട്ടെ, ബിസിനസ് ചെയ്യുമ്പോഴാകട്ടെ, അതുപോലെ കുട്ടികൾ പഠിക്കുന്നിടത്താവട്ടെ, പഠനാവശ്യത്തിന് താമസിക്കുന്നിടത്താവട്ടെ, പഠനാവശ്യത്തിനുള്ള യാത്രകളിലാവട്ടെ, വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോഴാകട്ടെ, എല്ലാവരുടെയും ലൈഫിൽ 24 ലൈഫ് ടൈം ശാരീരിക മാനസിക സുരക്ഷിതത്വത്തിനായിട്ട് സങ്കല്പം ചെയ്യുന്നു. അതുപോലെ എല്ലാവരും പ്രായഭേദമന്യേ ശാരീരിക മാനസിക ആരോഗ്യത്താലും അതുപോലെ നല്ല ഓർമ്മശക്തിയോടെയും കൂടി ജീവിതം മുന്നോട്ട് നീക്കുവാനായിട്ട് സങ്കല്പം ചെയ്യുന്നു. എല്ലാവർക്കും സദാ സർവദാ സർവത്ര മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും സാമ്പത്തിക ഇടപാടുകളിലും സാമൂഹിക ഇടപെടലുകളിലും പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചെയ്യുവാനും അതിൻ്റേതായ അനുഗ്രഹം കുടുംബദേവത, കുലദേവത, ഗ്രാമദേവത, ഇഷ്ടദേവത, ഗുരുക്കന്മാർ, പിതൃക്കന്മാർ, ഗുരുകാരണവന്മാർ, അതുപോലെ തന്നെ നമ്മുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ പോസിറ്റീവ് എനർജീസ് കാണും, സോൾസ് കാണും. അവരുടെ എല്ലാം അനുഗ്രഹം കിട്ടാനായിട്ട് എൻ്റെ ഗുരുക്കന്മാരെയും ഉപാസനാമൂർത്തികളെയും മാധ്യമമാക്കി 33 ദേവതകളോടും ത്രിമൂർത്തികളോടും പരാശക്തി പരമാത്മ ചൈതന്യങ്ങളോടും സങ്കല്പം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ. ബ്ലെസ് യു ആൾ. ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു ആൾ. താങ്ക് യു ആൾ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ. ബ്ലെസ് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പൈ.